ആരാധനയാണ് എന്ന ഹദീസ്, അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? എല്ലാ ആരാധനയുടെ കർമ്മങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ആരാധന, പ്രാർത്ഥനകളുടെ ഉള്ളിൽ ആരാധന ഉണ്ടെന്ന് മാത്രമുള്ളൂ. അതേ പ്രാർത്ഥന എന്നുള്ള കർമ്മം ഒരു ആരാധനയാണ് എന്ന് മനസ്സിലാകുന്നില്ലേ? അതാണ് ഇവിടെ ചോദ്യം. നജീബ് മൗലവി പറഞ്ഞിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ആയിക്കോട്ടെ, നമ്മൾ നജീബ് മൗലവിയുടെ വിഷയത്തിൽ തട്ടിച്ചു പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ വിഷയത്തിലേക്ക് വന്നു. അതായത് നമ്മുടെ വിഷയം ദുആ എവിടെയാണ് ആരാധനയായിട്ട് പെടുത്തിയേക്കണെന്ന് പറഞ്ഞില്ലേ? അല്ല, ദുആ ആരാധന തന്നെയാണല്ലോ. അല്ലല്ല, ഇത് ഞാൻ ഒരു ഹദീസ് നമ്പർ ഹദീസ് എഴുതാ. അന്നുഉമാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അദ്ദുആ വൽ ഇബാദ. ഹദീസ് സുമ്മ ഖറഅ, പിന്നെ നബി ഓതി വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്തു ഗാഫിർ 60-ാമത്തെ ആയത്ത്. പ്രാർത്ഥന ആരാധനയാണ്. അലി നജീബ് മുസ്ലിയാരുടെ അർത്ഥം വെച്ചിട്ട് എല്ലാ ആരാധനകളും പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ സംഗതി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തന്നെ. സുമ്മ കറ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഓതി വക്കാല റബ്ബുക്കും, നബി പറയാ നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദുഊനി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, അസ്തജിബുലക്കും നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാതെ അഹങ്കരിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. എന്നെ ആരാധിക്കാതെ അഹങ്കരിക്കുന്നവൻ നിന്യനായ നിലയിൽ ജഹന്നമിൽ കിടക്കും. തിരുമതി 2969, 3247, 3372, ഇബ്നു മാജ 3822. തിരുമതി ഇവിടെ ഇരിപ്പുണ്ട്. ഇത്ര ഇതില് നബി ഇങ്ങനെ ഓതി എന്നു. ഈ ഹദീസിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി, പ്രാർത്ഥന ആരാധനയാണ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നബി ഈ ആയത്താ ഓതിയെന്നും, ഈ ആയത്തിൽ പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് മറുപടി തരാമെന്നും, എന്നെ ആരാധിക്കാതെ അഹങ്കരിക്കുന്നവൻ എന്ന് പറഞ്ഞതിൽ പ്രാർത്ഥന ആരാധനയല്ല എന്ന് എവിടെയെങ്കിലും കിട്ടുമോ? ഇനി ഒന്നത് രണ്ട് മുഹിദ്ദീൻ ശിവ പറഞ്ഞു കൊടുക്കാം. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ പ്രാർത്ഥന ആരാധന തന്നെയാണെന്ന് പറഞ്ഞേക്കണം, അത് കൊടുക്കാം. പ്രാർത്ഥന ആരാധനയാണെന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം ഇപ്പോൾ തർക്കിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഒരു ഇബാദത്ത്, ആരാധനാ കർമ്മമാണ്, സത്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. സത്യമാണ്. പിന്നെ ഇത് രണ്ടും ഇബാദത്തും ദുആയും പരസ്പരം പൂരകങ്ങളാണ്. എന്തുകൊണ്ട്? ദുആ ഇല്ലാത്ത ഇബാദത്ത് പ്രസക്തിയില്ല. എന്താണ് അക്കാര്യത്തിൽ ഇപ്പൊ തർക്കമില്ല. പിന്നെ ഇബാദത്തിനെ ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മങ്ങളിൽ ഇബാദത്തായി കൊണ്ട് എണ്ണിയിട്ടില്ല. അതും നേരത്തെ പറഞ്ഞു. ഇബാദത്തിന്റെ ഗണങ്ങളിൽ എണ്ണപ്പെടുന്ന ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതില് എണ്ണപ്പെടുന്ന ഒന്നല്ല. ഉണ്ടോ? അങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എണ്ണി പറഞ്ഞത് ഖുർആനല്ലേ പറഞ്ഞത്? അതിനൊക്കെ പറഞ്ഞ് എണ്ണി പറയാൻ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാവൂല. നമുക്ക് അതിന്റെ വിശദീകരണത്തേക്ക് പിന്നെ പോവാം. അല്ലാതെ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറയുകയും നബി ഹദീസ് ഓതിയിട്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്താൽ എണ്ണി പറയുന്നത് എവിടെ എണ്ണി പറഞ്ഞില്ല? എവിടെ എണ്ണി പറഞ്ഞു? ഖുർആനിൽ എണ്ണി പറഞ്ഞില്ല. നമ്മൾ ആദ്യമേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ? നമസ്കാരം, ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെ ഇസ്ലാമിൽ കർമ്മങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തുകളുടെ കർമ്മങ്ങൾ. അപ്പോൾ ഈ ഒരുപാട് ധാരാളം നമ്മൾ പറയുന്നതിലൂടെ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ആ കൂട്ടത്തിൽ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, നേർച്ച, ബലി, ദുആ, ഇതെല്ലാം അതിൽ ദുആ എവിടെ പറഞ്ഞാൽ അപ്പൊ അതാ പറഞ്ഞത്. അതിൽ ദുആ പറഞ്ഞേക്കണതില്ല, ഇബാദത്തിന്റെ ദുആ പറഞ്ഞേക്കണാണ് ഖുർആനിൽ പറഞ്ഞേക്കണത്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആന്റെ ഇതിനകത്ത് ഇനിയും ഇതെല്ലാം വരാനുണ്ട്. വരാനുണ്ടേ. നമുക്കിപ്പോ ഈ കാര്യമല്ലേ ചർച്ചയുള്ളൂ. വരാനെന്ന് ഒരുപാട് സംഗതി വരാനുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ലിങ്ക് ചെയ്യിക്കുന്നത്? നജീബ് മൗലവിയുടെ ഈ വാദത്തിലോട്ട് വരുന്നത് ഇത് നജീബ് മൗലവിയുടെ ഈ വാദഗതിയിൽ പിടിച്ചത് തർക്കിക്കണ്ടറിയോ? അല്ല, അത് ഞാൻ കൊണ്ടുവന്നറിയോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദുആ ഇബാദത്തല്ലാന്ന് മറുപടി പറഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചറിയോ, ഇവിടെ ആരെങ്കിലും കേരളത്തിലെ സുന്നികൾ നിങ്ങൾ ഈ പറയുന്ന ഹദീസിൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥന മറ്റാരെങ്കിലും ഇങ്ങനെ തർക്കിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളെ വാദഗതിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വായിച്ചു നോക്കിയത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന സംഭവം. ഈ ദുആ ആരാധനയാണെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം സത്യമാണ്, അതിൽ തർക്കിച്ചിട്ടില്ല. ദുആ ആരാധനയാണെന്ന് തർക്കമില്ല. അതേസമയം ദുആഇനെ ഇബാദത്ത് ഒരു കർമ്മമായി നിജപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉസ്താദിനെ തെളിവ് കാണിച്ചെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പണ്ഡിതന് ഇബാദത്തിന്റെ കർമ്മം എന്റെ ചങ്ങാതി വിശദീകരണം ആവശ്യമുള്ളത് ഒരു സംഗതി മനസ്സിലാകാതെ വരുമ്പോൾ, അഥവാ വ്യക്തമല്ലാതെ വരുമ്പോൾ. ഇത് വ്യക്തമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് അള്ളാഹ് പറഞ്ഞു കള്ളു കുടിക്കരുത്, അല്ലെങ്കിൽ വിഭജിക്കരുത് എന്ന് പറഞ്ഞു. പൊതുവിൽ മനസ്സിലായാലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അതിന് ഞാൻ തൊട്ട് വിശദീകരണം
കള്ളു കുടിക്കരുത്. വിശദീകരണം പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഒരുപാടുണ്ട്. മനുഷ്യന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന സംഗതിയല്ലേ ഇത്. അല്ല, കള്ളു കുടിക്കരുത് എന്ന് ഉസ്താദ് പറഞ്ഞു. നമ്മളിപ്പോഴേ ചുമ്മാ ഇറക്കിയിട്ട് കാര്യമില്ല. ഈ വിഷയം ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് കൂടിയിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കണല്ലോ. ദുആ ഇബാദത്താണ് എന്നുള്ളതിന് ഇനി പ്രത്യേകം വേറെ എണ്ണണോ? അത് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തും ഇത് ഹദീസും മതിയോ? അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? അല്ലെന്ന് ഇസ്ലാമിൽ നമ്മൾ വിഷയത്തിലോട്ട് വന്നിട്ടില്ല. വിഷയത്തിന്റെ ചുമട് ഔട്ട്ലൈൻ വന്നപ്പോ തന്നെ തെന്നി മാറിയതാണ്. അതിനെ കുറിച്ച് മനസ്സിലായോ? ആയില്ലെങ്കിൽ ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. മനസ്സിലാവാണ്ടിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു അല്ല ഒന്നും അല്ല. ഞാൻ നജീബ് മൗലവിനെ തള്ളി പറയുന്നില്ല. നജീബ് മൗലവി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇവിടത്തെ സുന്നികൾക്ക് കഴിയില്ല. അത് വേറെ വിഷയം. അതല്ല അത് വേറെ. ദുആ എന്ന് പറയുന്നത് ഞങ്ങൾ ആരാധനയാണ്. അത് നമുക്ക് എന്താ തെളിവ്? അതാ ഹദീസും ആയത്തുമാണ്. അതല്ല ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ അത് എവിടെ എണ്ണി പറഞ്ഞു? സൂറത്ത് ഗാഫിറിൽ പറഞ്ഞിട്ടുണ്ട്, തിർമിദിയിലെ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അതല്ലെന്ന് പിന്നെ ഏത് മുയിലാരെ എണ്ണി പറഞ്ഞു എന്നുള്ള അതൊന്നുമല്ല ഞങ്ങൾ ചോദിക്കുന്നതല്ല. ഇവിടെ ഇപ്പോ ദുആ എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന പദം. ഇപ്പൊ നമസ്കാരത്തിന് ഉസ്താദ് എന്താണ് കിതാബോധി പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു താരീഫുണ്ടോ? എന്താണത്? തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ കർമ്മങ്ങളുമാണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതുപോലെ ദുആഇന് എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് ദുആഇന്റെ താരീഫ്, അത് വേറെ. ദുആ ഇബാദത്താണോ എന്നുള്ളത് വേറെ. അല്ല, എന്റെ ആദ്യം അത് ദുആഇന്റെ താരീഫ് വേറെ പറയാം. ദുആ ആരാധനയാണെന്നുള്ള കാര്യം സംബന്ധിച്ചോ? അതിലാര് തർക്കിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ആദ്യം. ഒന്നത്. രണ്ട്, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് നബി പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. നബി പറഞ്ഞത് ഇബാദത്തായിക്കൊണ്ട് നിജപ്പെടുത്തിയിട്ടില്ല. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞോളൂ. എല്ലാ ആരാധനകളിലും അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ അറഫയാണ് ഹജ്ജിന്റെ മെയിൻ കാരണം. അപ്പൊ വേറെ ഒന്നും ഇല്ല എന്നല്ല എന്ന് പറയുന്ന പോലെ ഇബാദത്തിന്റെ അല്ലല്ല, ഇങ്ങനെ തന്നെ പറഞ്ഞോന്ന്. അതിന് നിങ്ങളർത്ഥം നമ്മൾ നേരെ കുത്തനെ തിരിച്ചു വച്ചാലോ ഇങ്ങനെ ശരിയാവുന്ന ചോദിച്ചാൽ അങ്ങനെയല്ല അവസാനം ചോദിച്ചേ. ഇത് കണ്ടില്ല മനസ്സിലായി. അതല്ലെന്ന് അവിടെ എവിടെ നിന്ന് വേണമെങ്കിൽ വായിച്ചോ. അല്ലെന്ന ഇത് ഈ ഹദീസിനെ ദുആ ഒരു ഇബാദത്താകുന്നു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ തന്നെ ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ കാഫിറാകും എന്ന് മനസ്സിലാവുന്നില്ല. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കൽ ഒരു ഇബാദത്താണല്ലോ, നമസ്കാരത്തിന് നിർത്തും പോലെ. എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവന്റെ മുമ്പിൽ നിന്നാൽ മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചേക്കണം. അത് ഒരുപാട് ഒരാൾ നമ്മളിപ്പം നിങ്ങളുടെ അടുത്ത് വന്നു വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുടെ മുമ്പിലേക്ക് ഇത് രണ്ടും ഒരേ രീതിയിലാണോ? അല്ലല്ലോ, പോയിന്റിലേക്കാണ് വരുന്നത്. അല്ലല്ലോ, ഇതിൽ തന്നെയാണ് പറഞ്ഞത്. അതിന് ഇവിടെ ഉദാഹരണം ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നമ്മളിവിടെ ചോദ്യം ദുആ ആരാധനയാണോ? കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഇത് നമ്മളിപ്പോ ഇത് എടുത്തത് നജീബ് മുസ്ലിയാർ ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ ഇനി നജീബ് മൂലയുടെ വിഷയത്തിൽ ഇനി മരുനിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സമയം കളയണ്ടായിരുന്നോട്ടെ. കറക്റ്റ് പോയിന്റിൽ പോകുന്നുണ്ട്. പോയിന്റിൽ തന്നെ